നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വർമ്മ സാറിന്റെ വീട്ടിലെ കല്യാണത്തിന്റെ മുഴുവൻ ചാർജ് ഇപ്പൊ എനിക്കാ. ഇപ്പൊ തന്നെ എനിക്ക് മണ്ഡപത്തിലെത്തണം. ഭക്ഷണം കഴിക്കാതെ രാജുവിനെ എങ്ങോട്ടും വിടില്ല. ദേ കഴിക്കാതെ എങ്ങാനും പോയാ ഞാൻ പിന്നെ ഒരിക്കലും രാജുവിനോട് മിണ്ടില്ല. കഴിക്കില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. കഴിക്കും, കഴിക്കണമല്ലോ. കഴിക്കാം, എന്നിട്ടേ പോവും. രാജുവിന് വേണ്ടി ഞാൻ വാങ്ങിയതാ. എന്താ ഇത്? ഒരു സമ്മാനം. സാധാരണ അങ്ങോട്ടല്ലേ സമ്മാനം തരേണ്ടത്? രമ്യയുടെ അല്ലേ ബർത്ത്ഡേ? അത് പഴയ സ്റ്റൈല്, ഇത് പുതിയ സ്റ്റൈൽ. ഓ, വാങ്ങ്. ഞാനും രമ്യക്കൊരു സമ്മാനായിട്ടാ വന്നിരിക്കുന്ന. സമ്മാനമല്ല, ഒരു കടം വീട്ടല. പ്രിയയ്ക്ക് വേണ്ടി മുടക്കിയ കാശ്. അത് ഞാൻ കടായിട്ടല്ലല്ലോ തന്നത്. രാജുവിന്റെ വീട്ടിലൊരു ആവശ്യം വന്നാ അത് തീർക്കാനുള്ള ബാധ്യത എനിക്കും ഇല്ലേ? രണ്ടു വീട്ടുകാരെയും രണ്ടായിട്ടല്ല ഞാൻ കാണുന്നേ, ഒന്നായിട്ടാ. അതെങ്ങനെ ഒന്നാവും? നമ്മൾ രണ്ടല്ലേ? അത് ഇപ്പോ, നാളെ അത് മാറുമല്ലോ. ഇല്ലേ, മാറില്ലേ? ശരി, ആ കാശിങ്ങതാ. ഇനി ആ ബോക്സ് തുറന്നു നോക്കുന്നില്ലേ? അല്ല, വീട്ടിൽ ചെന്നിട്ട് പോരെ? പോരാ, ഇപ്പൊ ഇവിടെ വെച്ച് തുറക്കണം. തുറക്ക് രാജു, പ്ലീസ്. ഇഷ്ടായോ? എന്തിനാ രമ്യ ഇതൊക്കെ വാങ്ങാൻ പോയത്? എന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി വാങ്ങിയതാ. അതിങ്ങതാ, ഞാൻ ഇട്ടുതരാം. ഏയ്, അതൊന്നും വേണ്ട, ഞാൻ ഇട്ടോളാം. എവിടെ നോക്കട്ടെ. നല്ല ഭംഗിയുണ്ട്. അളവ് പോലും ഇത്ര കൃത്യം നോക്കി. ഒരു ഊഹം വെച്ച് വാങ്ങിയതാ ഞാൻ. എന്നിട്ടും രാജുവിന്റെ വിരലിൽ തിട്ടപ്പോ എന്ത് രസാ കാണാൻ. പിന്നെ രാജു, എനിക്ക് രാജുവിനോട്. അതെ, രണ്ടാള് സംസാരിച്ച് തീർന്നെങ്കിൽ ഒന്ന് വേഗം വന്നാ നന്നായിരുന്നു. ഞങ്ങൾക്കൊക്കെ ഭക്ഷണം കഴിക്കണം. അവരെല്ലാം നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുക. വേഗം വാ, വാ മോളെ, വാ. രാജു, എനിക്ക് പറയാനുള്ള ഞാൻ പറഞ്ഞില്ല. അത് പിന്നൊരിക്കലാവാലോ. അവിടെ എല്ലാരും വെയിറ്റ് ചെയ്യല്ലേ? വാ രാജു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.